മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ പരാജയങ്ങളെ മാറ്റുന്ന ദൈവശബ്ദത്തെക്കുറിച്ച് നമ്മുടെ ആമുഖമായിട്ട് പറഞ്ഞു. പല സമയങ്ങളിലും പ്രതികൂലങ്ങളുടെ ദൈവശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ പരാജയത്തിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് പറ്റും. എന്നാൽ ഈ ലോകം പലപ്പോഴും നമ്മളെ വശീകരിച്ചുകൊണ്ട് പോകും. ഒന്നാമത് നമ്മൾ പറഞ്ഞ ശിംശോൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് വീണ്ടും തുടർമാനമായിട്ട് അത് തന്നെ ചിന്തിക്കുന്നത്. അവരെ ഫെലിസ്തീൻ ശിംശോനെ ഒതുക്കാനായി ശ്രമിച്ചു എന്ന് പറഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്നാണ് പറഞ്ഞത്. ദലീലിൽ അഴിക്കാൻ വന്നവൻ്റെ ശക്തി എന്താണെന്ന് അവനോട് ചോദിച്ചിട്ട് അങ്ങനെ അവനെ ഒതുക്കണം എന്ന് വിചാരിച്ചതായിട്ട് നമ്മൾ ചിന്തിച്ചു. 16:12 കാണുന്ന ദലീല ഒരു പുതിയ കയർ വാങ്ങി അവനെ ബന്ധിച്ചു. ദലീല ഒരു പുതിയ കയർ വാങ്ങി. ഇന്ന് വാക്തത്വമുള്ളവനെ ബന്ധിക്കാനായിട്ട് പിശാച് നോക്കിക്കൊണ്ടിരിക്കുക. ഫെലിസ്തീനെ പിശാചിൻ്റെ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പഴയ നിയമത്തിലെ ഫെലിസ്തീൻ റെപ്രസെൻറ്റ്സ് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റിലുള്ള പിശാച് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് കയറുകൊണ്ട് ബന്ധിക്കാൻ പല ബന്ധനങ്ങൾ, ലൈഫിലുള്ള പരാജയത്തിൻ്റെ കാരണം അവരുടെ മേലുള്ള ബന്ധനങ്ങളാണ്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. കൂനിയായ സ്ത്രീയെ കണ്ടിട്ട് സാത്താൻ 18 വർഷം ബന്ധിച്ച ഇവളെ അഴിച്ചു വിടേണ്ടതല്ലയോ അല്ലേ? സാത്താൻ 18 വർഷം ബന്ധിച്ച ഇവളെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഈ ബന്ധനം തന്നെ പാരിൽ എന്ന് പറയുന്ന പോലെ ഈ ബന്ധനം ഇന്ന് ചെറുപ്പം മുതലേ വന്ന ബന്ധനങ്ങൾ പല രീതിയിലുണ്ട്. ദാവീദ് പറയുന്നു, അവൻ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ പറയുന്നു, യേശു വന്നത് പിശാചിൻ്റെ ബന്ധനങ്ങളെ അഴിപ്പാനാണ് അല്ലേ? ഇന്ന് പല രീതിയിലുള്ള ബന്ധനങ്ങൾ പിശാച് കൊണ്ടുവരുന്നുണ്ട്. മനസ്സിൽ, ശരീരത്തിൽ, ആത്മാവിൽ, എല്ലാ രീതിയിലും ബന്ധനങ്ങൾ കൊണ്ടുവന്ന് ഇന്ന് നിങ്ങളെ പല രീതിയിലും കുടുക്കിയിട്ടിരിക്കുന്നു. ലാസറിൻ്റെ കല്ലറയുടെ വാതിക്കൽ നിന്ന് വന്നിട്ട് യേശു പറഞ്ഞു, എന്താ അവൻ്റെ കെട്ടുകളെ അഴിപ്പീൻ എന്ന് പറഞ്ഞു. യേശു ബന്ധനങ്ങളെ അഴിക്കുന്നു എന്ന് നമ്മൾ മറന്നുപോയത്. നമ്മൾ അഴിക്കേണ്ടതായിട്ടുള്ള ചില കെട്ടുകളുണ്ട്. ചിലയിടത്ത് തല വെച്ചു കൊടുത്ത ചില കെട്ടുകളുണ്ട്. അത് നമ്മൾ അഴിക്കണം. ദൈവം അഴിക്കേണ്ടതായിട്ടുള്ള കെട്ടുകളുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഏതെങ്കിലും കെട്ടുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വോളണ്ടറി ആയിട്ട് കൊണ്ടിട്ടിട്ടുണ്ടോ? എൻ്റെ കുടുംബ ബന്ധത്തിൽ, അല്ലെങ്കിൽ എൻ്റെ സാമൂഹിക ബന്ധത്തിൽ, എൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാനും വിഘാതമായി നിൽക്കുന്ന എന്തെങ്കിലും ബന്ധനങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പൊട്ടിക്കണം. ചില ഫ്രണ്ട്സ് വാട്സാപ്പ് വഴിയാണ് നിങ്ങൾക്ക് ബന്ധനം തരുന്നതെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ ലിസ്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണം. ഇനി ആ വാട്സാപ്പ് വേണ്ടാന്ന് വെക്കണം. കാരണം ദൈവത്തിൽ നിന്നുള്ള ശക്തിയും ദൈവത്തിൻ്റെ ശബ്ദവും വലുതാണ്. ഈ വാട്സാപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കാൾ പലരും ഈ ഫ്രണ്ട്ഷിപ്പാണ് അവരെ നശിപ്പിച്ച് കളയുന്നത്. ഒരുപാട് പേരുടെ കൂട്ടുകാർ അവരെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അതുപോലെ തന്നെ പല സാഹചര്യങ്ങൾ, പലതരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അടിമയായിട്ട് നിൽക്കുന്നവർ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിശാച് വന്ന് അവരെ ബാധിക്കുന്ന, ഭവനത്തിൽ ബാധിക്കുന്ന. അതുകൊണ്ട് നമ്മൾ അഴിക്കേണ്ട കെട്ടുകൾ അഴിക്കണം. നമ്മൾ കെട്ടുകൾ അഴിക്കുമ്പോഴേ അവിടെ ഇങ്ങനെ ഒരു ഡെലിവറൻസ് വരികയാണ്. വന്നു കഴിയുമ്പോൾ ദൈവം തന്നെ പൂർണ്ണ ആധിപത്യത്തിൽ നമ്മളിലേക്ക് വരുമ്പോഴേ പിശാച് വിട്ട് ഓടിപ്പോകും. ഇവിടെ ശിംശോനെ കെട്ടാനായിട്ട് കയർ റെഡിയാക്കിയപ്പോഴേ ശിംശോൻ അതൊരു ചണൽ നൂല് പോലെ പൊട്ടിച്ച് കളഞ്ഞു. അതുകൊണ്ട് നിൻ്റെ ബന്ധനങ്ങൾ ഏതൊക്കെയാണെങ്കിലും അതുപോലെ ചണം പോലെ പൊട്ടിപ്പോകത്തക്ക രീതിയിൽ പൊട്ടണം. ഈ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചാൽ ഈ ശാപങ്ങൾ, നേരത്തെ ഞാൻ ശാപങ്ങളെ കളയുന്ന ഒരു എപ്പിസോഡ് 2-3 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഈ ഡെലിവറൻസ് മെസ്സേജിൻ്റെ പില്ലേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. റിപ്പൻറ്റൻസ് എന്ന് പറയുന്നതും ഉള്ള എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ട് ശാപങ്ങൾ എങ്ങനെയാണ് അഴിക്കാൻ പറ്റുന്നതെന്ന് ഒരു എപ്പിസോഡ് പറഞ്ഞു.
നിങ്ങളത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിൻ്റെ ബന്ധനത്തിൻ്റെ ആയുസ് ഇന്നോട് തീരും. അതുകൊണ്ട് വിശ്വാസത്തോട് പറയുക, നിന്നെ ബന്ധിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം ലജ്ജിച്ച് ഒളിച്ചോടിപ്പോകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് പ്രത്യേകം ഓർക്കേണ്ട കാര്യം, വാഗ്ദത്തമുള്ളവനെ ഇന്ന് പല രീതിയിൽ ബന്ധിക്കാനായിട്ട് പിശാച് ശ്രമിക്കും. എന്നാൽ അത് മനസ്സിലാക്കി നീ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കണം എന്ന് നിങ്ങൾ ഓർക്കുക. ഇന്ന് മൂന്നാമത് ഒരു എടുത്ത് പറയേണ്ടതുള്ള കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഈ ലോകത്തിലെ നന്മകൾ അവൻ മൂടിക്കളയും. ഉൽപ്പത്തി പുസ്തകം 26:15 എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. ഇത് നമുക്കറിയാവുന്നൊരു ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. അബ്രഹാമിൻ്റെ കാലത്ത് ഉള്ള ഉറവുകളൊക്കെ ഇസാക്കിൻ്റെ കാലത്ത് അവർ മൂടിക്കളഞ്ഞു. ഫെലിസ്ത്യർ മണ്ണിട്ട് നീക്കിക്കളഞ്ഞു. ഫെലിസ്ത്യർ വിചാരിച്ചു അബ്രഹാമിൻ്റെ കാലത്തോട് ഇതെല്ലാം കഴിഞ്ഞു. എന്നാൽ ഒരു വാഗ്ദത്ത സന്തതിയായ ഇസാക്കുണ്ട്. എന്നാൽ ആ സന്തതിക്ക് അനുഗ്രഹങ്ങൾ, നന്മകൾ വരരുത് എന്ന് വിചാരിച്ച് ഫെലിസ്ത്യർ അത് മൂടിക്കളഞ്ഞ കാര്യം. നിൻ്റെ വീട്ടിലെ ദാരിദ്ര്യം വരുത്തുന്ന അല്ലെങ്കിൽ വരുമാനം വറ്റുന്ന നന്മയില്ലാത്ത അവസ്ഥ അത് തീരുകയാണ്. ഇവിടെ എന്താണ് ചെയ്തത്? ഇസാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും ഫിലിസ്തീർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ അവർ എല്ലാം അത് വീണ്ടും കുഴിച്ചിട്ട് നീരുറവയുള്ള കിണറുകളാക്കി. അതുകൊണ്ട് ദൈവം നീ അനുഭവിക്കേണ്ടത് മൂടിക്കളഞ്ഞ ഫിലിസ്തീർ മൂടിക്കളഞ്ഞെങ്കിൽ ദൈവം ഇന്ന് അത് വീണ്ടും പൊക്കിക്കൊണ്ടുവരികയാണ്. ആ ഉറവുകളെല്ലാം, നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉറവുകൾ ദൈവം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഒരിക്കലും ഉയരത്തില്ല എന്ന് പറഞ്ഞിടത്ത് നീ അത് അനുഭവിക്കും. മൂടിപ്പോയ ഉറവുകൾ ഇന്ന് തിരികെ വരും. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുമോ? ഏറ്റവും കൂടുതൽ ബന്ധനങ്ങൾ അഴിയുന്നത് ഉപവാസത്തിലാണ്. അതുകൊണ്ട് നീ ഉപവാസത്തിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ മണ്ണ് കിടക്കുന്ന എല്ലാ ഉറവുകളും അത് തെളിഞ്ഞു വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളത് മൂടിക്കിടക്കുന്നുകൊണ്ട് അത് കാണുന്നില്ല. എന്നാൽ ദൈവം തുറന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. സാത്താന്യ ചതിയാണ് നമുക്ക് കാണാൻ വയ്യാത്തത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നെ കേൾക്കുന്ന ദൈവം ഒരു ഉറവ തുറന്നിട്ടുണ്ട് എന്ന്? എന്താണ് എനിക്കത് കാണാൻ പറ്റാത്തത്? ചെങ്കടലിൻ്റെ നടുവിൽ ദൈവം ഒരു വഴി വിരിച്ചിട്ടുണ്ട്, എന്നാൽ അത് വെള്ളം മൂടിക്കിടക്കുകയാണ്, കാണാൻ വയ്യ. ഒരു മോശ ദൈവത്തിന് വേണമായിരുന്നു ആ വഴി വെട്ടാനായിട്ട്, വെള്ളം മാറ്റാനായിട്ട്. മോശ അവിടെ വടി നീട്ടി അത് രണ്ടായിട്ട് വിഭജിച്ചു. മോശ വേണമായിരുന്നു. നീ പോകേണ്ടുന്ന വഴി ദൈവം തുറന്നിട്ടിട്ടുണ്ട്. നീ അനുഭവിക്കേണ്ടുന്ന ഉറവയുടെ വെള്ളം ഇതുവരെയും വറ്റിയിട്ടില്ല. അതുകൊണ്ട് നിനക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നീ അത് ഉള്ളം കണ്ട് പ്രവചിക്കണം. അടഞ്ഞിരിക്കുന്ന കിണറെ പൊങ്ങി വാ എന്ന് പ്രവചിക്കണം. സംഖ്യാപുസ്തകം 21:17 പറയുന്നതാണ്, ആഴത്തിൽ കിടക്കുന്ന കിണറെ പൊങ്ങി വാ. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഉറവകൾ, അനുഗ്രഹങ്ങൾ എത്ര ആഴത്തിൽ മറഞ്ഞാലും അത് പൊങ്ങി വരണം. നീ അത് പ്രവചിക്കണം. നിൻ്റെ ജീവിതത്തിൽ കണ്ണിന് മറഞ്ഞു കിടക്കുന്ന ചിലത് ഇന്ന് പൊങ്ങി വരണം. അതിനുവേണ്ടി നീ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തോട് കൂടെ ഇരിക്കുകയും ചെയ്യണം. ഇസ്രായേലിന് വെള്ളം ആവശ്യമുള്ള സമയത്ത് ആ വെള്ളം പാറയ്ക്കുള്ളിൽ മറഞ്ഞിരുന്നു. എന്നാൽ ദൈവം കൽപ്പിച്ചാക്കിയ പാറയ്ക്കുള്ളിൽ വെള്ളമുണ്ടായിരുന്നു. അത് അടിച്ചപ്പോഴേ ആ കണ്ണ് തുറന്നു. ആ പ്രാർത്ഥനയിൽ അത് പുറത്തു വന്നതായിട്ട് നമ്മൾ കാണുന്നു. ഹാഗാറിൻ്റെ മകന് അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ദൈവം ഹാഗാറിന് ഉറവ തുറന്നിട്ടുണ്ട്, അവൾക്ക് കാണാൻ പറ്റുന്നില്ല. അവൾ നിലവിളിക്കുകയാണ്, അയ്യോ ഞാൻ മരിച്ചു പോകും. തമ്പുരാൻ തുറന്ന ഉറവ നീ ഇന്ന് രാത്രികാലം ഒന്ന് കാണണം. നിന്റെ കണ്ണ് കാണുന്നില്ല എങ്കിൽ
അത് ദൈവം നിൻ്റെ കണ്ണ് തുറക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. കർത്താവേ, എൻ്റെ കണ്ണ് തുറക്കണമേ, ഈ ഉറവയെ കാണാൻ എൻ്റെ കണ്ണ് തുറക്കണമേ. അല്ലെങ്കിൽ നീ പ്രവചിക്കണം, ദൈവമേ, നീ എനിക്ക് ഉറവ തുറന്നു വെച്ചിരിക്കുന്നത് എനിക്ക് കാണണം. അല്ലെങ്കിൽ എൻ്റെ തലമുറയും ഞാനും ഈ നന്മ അനുഭവിക്കുമെന്ന് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് വിശ്വാസത്തോടെ പ്രവചിക്കണം. യാക്കോബിൻ്റെ ജീവിതത്തിലെ യാക്കോബെ, നീ കരയണ്ട, നിനക്ക് ഞാനൊരു മറുപടി തന്നിട്ടുണ്ട്. എന്തിനാ യാക്കോബ് കരയുന്നത്? യോസഫിനെ കാണാനില്ല. യോസഫ് പോയി, യാക്കോബ് കരയുകയാണ്. ഇനി നിനക്കൊരു യാത്രയുണ്ട് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് തേരിലെ യാത്രയാണ്. അത് മിസ്രൈമിൽ ദൈവം അത് ഒരുക്കിയിട്ടുണ്ട്. അത് നിനക്കിപ്പം കാണാൻ വയ്യ. എന്നാൽ യോസഫ് അത് ചെയ്തു, നിൻ്റെ മകൻ. അവിടെ നിനക്കൊരു ഉറവ തുറന്നു വെച്ചിട്ടുണ്ട്. നീ ആ വാഗ്ദത്തം അനുഭവിപ്പാൻ പോവുകയാണ്. പക്ഷെ ഈ പ്രോബ്ലം ആരാണ്? ഫെലിസ്ത്യനാണ് പ്രശ്നം. അവൻ ആ ഉറവ തുറക്കുന്നതിന് മുമ്പേ അത് മൂടും. അതാണ്. എന്നാൽ ഇസാക്കിന് യാതൊരു പേടിയില്ല. വാഗ്ദത്ത സന്തതിയാണ്. അവനൊരു പേടിയുമില്ല. അവൻ അവിടെ എവിടെ ക്ലീൻ ചെയ്താലും ഉറവയാണ്. ശിംശോൻ അവസാനം ഈ ലോകത്തിലെ അടിമപ്പെട്ടു പോയി. നാസിർ വ്രതക്കാരനായവൻ അവൻ്റെ വ്രതം തെറ്റിച്ചു. അവസാനം അവനെ കണ്ണ് കുത്തി പൊട്ടിച്ച് ക്ഷേത്രത്തിൽ കുരങ്ങനെ പോലെ അവനെ ഒതുക്കി. എന്നാൽ അവിടെ തീർന്നില്ല. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ കാണാം, എന്നാൽ ശമൂവേലിനെ ദൈവം കൊണ്ടുവന്ന് ഫെലിസ്ത്യരെ ഒരുക്കായിട്ട് കാണാം. 1 ശമൂവേൽ 7:12 അങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി എന്ന് പറയുന്നു. പ്രാർത്ഥിക്കുന്ന ശമൂവേലിൻ്റെ കാലത്ത് ഫെലിസ്ത്യർ ഒതുങ്ങി. അത് അമ്മയുടെ ഒരു നിലവിളിയായിരുന്നു. ആരായിരുന്നു? ഹന്നയുടെ. ശമൂവേലിൻ്റെ ജീവിതം ഒറ്റപ്പെട്ട് നിന്ന് സഹിച്ച സ്ത്രീയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. ദാൻ മുതൽ ബർശേബ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായ ശമൂവേലിനെ പോലെ ഞാനിന്ന് ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ ഭവനത്തിലൊക്കെ ഇന്ന് ആ രീതിയിലുള്ള കുഞ്ഞുങ്ങളുണ്ടാകണം. എന്ന് വെച്ചാൽ എന്താണ്? തിന്മയെ അതിജീവിച്ച് നന്മയ്ക്ക് വേണ്ടി നിൽക്കുകയും ലോകത്തെ ദൈവത്തിൻ്റെ നീതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരുണ്ടാവണം. അതുകൊണ്ട് ശമൂവേല് ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അവൻ്റെ കാലത്ത് ആ ശത്രു ഒതുങ്ങി. ശത്രുവിൻ്റെ മേലുള്ള ജയം. എന്നാൽ ഒതുക്കിയിട്ടും, ശത്രുവിനെ ഒതുക്കിയിട്ടും അവൻ വീണ്ടും ജയിക്കുകയാണ്. ശത്രു വീണ്ടും പൊങ്ങി വരികയാണ്. ദാവീദിൻ്റെ കാലത്ത്, ശമൂവേലിൻ്റെ കാലത്ത് ഒതുക്കിയ ഫെലിസ്ത്യർ പിന്നെയും പൊങ്ങി വന്നു. എന്നാൽ ദാവീദ് അവരെ ജയിച്ചതായിട്ട് പിന്നെ കാണുന്നുണ്ട്. ഈ 2 ശമൂവേലിലെ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ദാവീദ് വീണ്ടും ഫെലിസ്ത്യരെ തോൽപ്പിക്കുന്നതായിട്ട് കാണുന്നു. നിനക്ക് ചില അടയാളങ്ങൾ ഇന്ന് രാത്രികാലം ദൈവം തരാൻ പോവുകയാണ്. ഫെലിസ്ത്യരെ ശബ മുതൽ ഗേസർ വരെ തോൽപ്പിച്ച ദൈവം പറഞ്ഞതുപോലെ ദാവീദ് ഒതുക്കിയിട്ടും ഒതുക്കാത്തവനെ നീ ജയിക്കാൻ പോകും. അതുകൊണ്ട് ഇന്ന് ദൈവശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിലെ ഉറവുകളെ വറ്റിച്ചു തരുന്ന ഫെലിസ്ത്യര്, അതുപോലെ ഒതുക്കാനായിട്ട് പറ്റാതെ നമ്മളെ ഒതുക്കാനായിട്ട് ശ്രമിക്കുന്ന ഫെലിസ്ത്യര്, നമ്മളെ ബന്ധിക്കാനായിട്ട് ശ്രമിക്കുന്ന ഫെലിസ്ത്യരിലെ എല്ലാം ഇന്ന് നമുക്ക് ഒരു ജയമുണ്ട്. എങ്ങനെയാണ്? ദൈവശബ്ദം കേൾക്കുന്നതനുസരിച്ചൊരു ജയം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ചെവി കാത്ത് ഓർത്തിരിക്കുക. എവിടെയും നമുക്ക് ബിയോണ്ടായിട്ട് കാണാനുള്ളൊരു കണ്ണ്, ഒരു ആന്തരിക കണ്ണ് നമുക്ക് വേണം. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാനായിട്ട് പറ്റുകയുള്ളൂ. വാട്ട് ഈസ് ഗോയിങ് ഫോർവേഡ്, മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഏത് രീതിയിലാണെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പ്രവചിക്കണം. എന്താണ് നടക്കേണ്ടതെന്ന് പ്രവചിക്കണം. അത് ദൈവം നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. എല്ലാ പ്രതിബന്ധങ്ങളും മാറി ദൈവത്തിൻ്റെ വഴിയിൽ നിങ്ങളുടെ ജീവിതമാകുന്ന കാണാം. പലപ്പോഴും ഉറവ തുറന്നിട്ടുള്ളത് നമ്മൾ കാണത്തില്ല. ആ ഒരു ഉറവ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ദൈവം തുറന്നിട്ടിരിക്കുകയാണ്. പിശാച് മൂടിയ ഉറവയാണ്. എന്നാൽ ആ മൂടിയെടുത്ത് ആ ഉറവ പൊങ്ങി വരാനായിട്ട് നമ്മൾ പ്രവചിക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. അവിടെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പ്രവചിക്കുമോ? ഞാൻ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അനേകം നന്മകൾ ഇന്ന് പിശാച് തടസ്സപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ദൈവവചനപ്രകാരം ഒന്ന് പ്രാർത്ഥിച്ചാൽ അവിടെയൊക്കെ വലിയ വിടുതൽ കിട്ടും. അവിടെ എല്ലാ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒതുക്കിയിട്ടും ഒതുക്കാതെ ഇരിക്കാൻ
നാം ജയിക്കാൻ പോവുകയാണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ ഒതുക്കാൻ പറ്റത്തില്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് വേറൊന്ന് വരികയാണ് ഫെലിസ്ത്യരെ ഒതുക്കാനായിട്ട്. ശമൂവേലിൻ്റെ കാലത്ത് ഒതുങ്ങിയെങ്കിൽ പിന്നെ അവൻ പൊങ്ങി വന്നു. ദാവീദിൻ്റെ കാലത്ത് വീണ്ടും അവരെ ഒതുക്കിയതായിട്ട് നമ്മളെ കാണും. അതുകൊണ്ട് ഈ നാളുകളിലെ പൈശാചിക ശക്തികളെ വീണ്ടും വീണ്ടും പൊങ്ങി വരുമ്പോഴേ ദൈവിക പ്രമാണത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ ശക്തിയിൽ നമുക്ക് ജയിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കൃപ ഈ ദിവസങ്ങളിൽ വെസ്റ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലൊക്കെ അടഞ്ഞു കിടക്കുന്ന ഉറവുകളെ ഓർത്ത് ഞങ്ങളൊന്ന് പ്രവചിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എവിടെയൊക്കെ തടസ്സങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് മാറിപ്പോകാനായിട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളൊന്ന് ഒരുങ്ങി കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കൃപകളെ പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാരേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വസ്തുസംബന്ധമായ കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥല വിൽപ്പനകൾ നടക്കാതെ തടസ്സപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കേസുകളിലെ ആ നന്മകൾ അടച്ചു വച്ചിരിക്കുന്ന പൈശാചിക ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗങ്ങൾ നിലച്ചുപോയ കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ വിടുതൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വിടുതൽ തരിക തന്നെ ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുള്ള പ്രോമിസാണ്. അത് ഏറ്റെടുത്ത് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം നീ അനുഗ്രഹിച്ചിരിക്കുന്ന സ്തോത്രം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതങ്ങളിലുള്ള റിലീസ് പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ ഓരോ വചനം കേൾക്കുന്നതനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്കെൻ്റെ ആത്മാവിൽ അറിയാം. ഇത് നിങ്ങളിത് തുടർമാനമായി കാണുന്നവർക്ക് തീർച്ചയായും ഒരു വിടുതലുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളിത് കാണണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഓരോ ദിവസവും രാത്രി 9:30 മണിക്ക് നിങ്ങളുടെ ഡിവൈസിൽ കിട്ടുന്നതാണല്ലോ തുടർമാനമായി കാണാൻ. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.